നമസ്കാരം, TJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ കുട്ടി ഫീമെയിലില് ടാർസൻ. ഇത് രണ്ടും ഓസ്കാറിന്റെ കുട്ടിയാണ്. ഒറ്റ ലിറ്ററിനകത്ത് ഒരമ്മയ്ക്കും ഒരപ്പനും ഇറങ്ങിയ കുട്ടിയാണ് ഈ കിടക്കുന്ന രണ്ട് ഫീമെയിൽ അമ്മ. അപ്പൊ രണ്ടും പ്രസവിച്ചെടുക്കുവാണ്. അതിനകത്ത് ഈ കുട്ടി വിത്ത് KCAയിലും അവളുടെ കുട്ടീനെ വിത്തൗട്ട് KCAയിലാണ് കൊടുക്കുന്നത്. അവളുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച വ്യത്യാസമാണ് ഈ 2 ലിറ്റർ തമ്മിലുള്ളത്. അപ്പൊ ഞാൻ ഈ രണ്ട് ഫീമെയിലെ കാണിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു അതെങ്ങനെയാ രണ്ടും ഒറ്റന്നിച്ച് പ്രസവിച്ചത്, രണ്ട് വെവ്വേറെയാണോ അതോ എന്തെങ്കിലും ഉടായ്പുണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് പേര്. അപ്പൊ അത് കാരണമാണ് ഈ രണ്ട് ഫീമെയിലിനെ ഞാൻ ഒന്നിച്ച് കാണിച്ചത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കാണിക്കാം. അപ്പൊ ഇത് വിത്ത് KCAയിലുള്ള പപ്പിയാണ്. മെയിൽ പപ്പി ആയിട്ട് ഇനി വൈറ്റിൽ ഒരു മെയിൽ പപ്പിയും, ഫീമെയിൽ ആയിട്ട് വൈറ്റിൽ ഒരു ഫീമെയിലും ബ്ലാക്കിൽ ഒരു ഫീമെയിലും, അത്രയും പപ്പി ഇനി മിച്ചമുള്ളൂ. ബാക്കി എല്ലാ പപ്പീസും ബുക്കായതാണ്. വേറെ പപ്പിയുണ്ട് വിത്തൗട്ടിലുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവളുടെ മോള് പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ 5-6 ദിവസമായുള്ളൂ. അതും വിത്ത് KCAയിലാണ് വരുന്നത്. അപ്പോൾ പപ്പീസിന് ആവശ്യമുള്ള ക്യൂട്ട് അമേരിക്കൻ യൂറോപ്യൻ ടൈപ്പ് പപ്പീസിന് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വിത്തൗട്ടിലും ഉണ്ട്, മറ്റുള്ള പപ്പീസുണ്ട്. ഇതിനകത്ത് ഫീമെയിലാണ് മിച്ചമുള്ളത്. അപ്പോൾ ഫീമെയിൽ പപ്പി ബ്രീഡിങ്ങിന് പറ്റിയ പപ്പിയാണ്. വാച്ച് ഡോഗായിട്ടും നമുക്ക് എന്ത് പർപ്പസിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പപ്പീസാണ് വരുന്നത്. പിന്നെ ഇവളുടെ കഴിഞ്ഞ 9 ലിറ്ററിനകത്ത് BISSS ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സലാങ്കറിന്റെ കുട്ടി പ്രസവിച്ചെടുക്കുന്നുണ്ട്, ഇവളുടെ മോള്. അപ്പോൾ അതിനകത്ത് വൈറ്റ് പപ്പീസാണ് മൊത്തമുള്ള, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അതിപ്പോൾ 5-6 ദിവസമായുള്ളൂ. അത് വിത്ത് KCAയിലാക്കുന്നുണ്ട്. നമ്മുടെ ടാർസൻ ക്രോസ് ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അതിന്റെ ലൈൻസ് പറയുമ്പോഴത്തേക്ക് ഓസ്കാർ, BIS ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സലാങ്കർ, അതേപോലെ തന്നെ ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോളിന്റെ കുട്ടി, അങ്ങനെ 3 ഇമ്പോർട്ട് മൾട്ടി കൺട്രി ചാമ്പ്യൻ ബെഡ് വരുന്ന പപ്പീസാണ് ആദ്യം വരുന്നത്. അപ്പൊ എന്നോട് പലരും ചോദിച്ചു പപ്പീസിനെ, ഇപ്പം ചോദിക്കുന്ന കൂടുതൽ ചോദ്യം ഈ പപ്പീസിനെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്നതെന്നാണ്. അപ്പൊ നമ്മൾ മെയിനായിട്ട് പ്രസവിച്ച പാടെ കുഞ്ഞിനെ മുലപ്പാലിൻ്റെ കൂടെ പ്രോബൂസിൻ്റെ ഡ്രോപ്സും കൊടുക്കുന്നുണ്ട്, ഓരോ തുള്ളി വെച്ചിട്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ 10-ാം ദിവസം വരയ്ക്കുള്ള മരുന്ന് കൊടുക്കും. പിന്നെ 11-ാം ദിവസം തൊട്ടിട്ട് ചെറുതായിട്ട് ഫീഡിങ് തുടങ്ങും. പിന്നെ 15 ദിവസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ റോൽക്കാൻ്റെ സ്റ്റാർട്ടർ നല്ല വൃത്തിക്ക് കൊടുക്കാൻ തുടങ്ങും 4 നേരം. പിന്നെ 25-ാം ദിവസം 2ാമത്തെ വരയ്ക്കുള്ള മരുന്ന്. അപ്പോൾ തൂക്കത്തിനനുസരിച്ചാണ് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്നത്. വരയ്ക്കുള്ള മരുന്ന് നമ്മൾ ഇപ്പം 2.5 കിലോ 3 കിലോ വരെ തൂക്കം വരും 25 ദിവസം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ 1 കിലോയ്ക്ക് 1 ml ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 30 ദിവസം ആകുമ്പോൾ തൊട്ട് പപ്പീസിനെ സെയിൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു 35 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റോൽക്കാൻ്റെ കൂടെ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങളും ആഡ് ചെയ്ത് പതുക്കെ തുടങ്ങാം. 45-ാം ദിവസമാണ് ഫസ്റ്റ് വാക്സിനേഷൻ. പക്ഷേ 40-ാം ദിവസം നമ്മൾ വരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് 5 ദിവസം കഴിയുമ്പോഴാണ് ഇത് ഫസ്റ്റ് വാക്സിനേഷൻ കൊടുക്കുന്നത്. അതേപോലെ പിന്നെയും 60-ാം ദിവസം സെക്കൻഡ് പിന്നെ വരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് 60-ാം ദിവസം നമ്മൾ 2ാമത്തെ വാക്സിനേഷൻ പപ്പി DP. അത് കഴിഞ്ഞിട്ട് 75-ാം ദിവസം പേവിഷബാധയുടെ ഇഞ്ചക്ഷനും 90-ാം ദിവസം അതിൻ്റെ ബൂസ്റ്ററും കൊടുത്ത് പിന്നെ 105-ാം ദിവസമാണ് മെഗാവാക്ക് കൊടുക്കുന്നത്. അങ്ങനെ 5 ഇഞ്ചക്ഷനാണ് വരുന്നത് നമുക്ക് പപ്പിക്ക് വരുന്നത്. ഇതാണ് പപ്പീനെ വളർത്തുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പപ്പീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പപ്പീസിന് നല്ല ഹെയർ ആണ്. ഓസ്കാറിന്റെ പോലെ നല്ല ഹെയർ വന്നിട്ടുണ്ട് പപ്പിക്ക്. അതേപോലെ തന്നെ ടെയില് നല്ല കട്ടി ടെയില്, ഷോർട്ട് ടെയിലാണ് ടെയില് വരുന്നത്. പിന്നെ ഇത് കോമ്പാറ്റിലും ഹെവി അല്ലാത്തൊരു കണ്ടീഷനിൽ മിക്സ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ പപ്പി വരിക. നല്ല ക്യൂട്ട് പപ്പി ആയിരിക്കും. അപ്പൊ ഇതിന്റെ പപ്പി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എനിക്ക് വിളി കുറേ വന്നത്, പക്ഷെ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചില്ലായിരുന്നു. അപ്പൊ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബർ കുറേ പേരുണ്ട്. വീഡിയോ കാണുമ്പോഴത്തേക്ക് വിളി വരുമെന്ന പ്രതീക്ഷയിലാണ്. ഇത് വൈറ്റ് പപ്പിന്റെ വാല് കണ്ടോ, നല്ല രോമത്തിലാണ്. അതേപോലെ തന്നെ ഹെയർ കണ്ടോ, നല്ല നല്ല ടോപ്പ് ഹെയർ ആണ്.
അപ്പോൾ ഇത് വലുതായി കഴിയുമ്പോഴത്തേക്ക് നല്ല ഹെയറിൽ നല്ല പഞ്ച് ഫേസിൽ വരുന്ന മുഖമായിട്ട് വരും പപ്പിയുടെ. ഇതേപോലെ തന്നെ പപ്പീസ് വിത്തൗട്ടിലും ഉണ്ട്. വിത്തൗട്ടിലുള്ള പപ്പീനെ ഞാൻ ഇതിനകത്ത് ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ലിറ്ററിലുണ്ട് നമുക്ക് 3 തലമുറ ഫുൾ ഇമ്പോർട്ട് മൾട്ടി കൺട്രി ചാമ്പ്യൻ പെറ്റ് ലൈനിൽ വരുന്ന പപ്പീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് അമ്മേനെയും കുട്ടികളെയും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഇത് വിത്തൗട്ട് കേസിലെ പപ്പിയാണ്. ഇത് മെയിൽ പപ്പിയാണ്. ഇത് ഏകദേശമായി ഇത് ഫീമെയിൽ ആണ്. പക്ഷെങ്കിൽ ഫീമെയിൽ എന്ന് പറയില്ല. നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും ഉള്ള പപ്പിയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ടെയില് അല്ല നല്ല സൂപ്പർ ടെയിലാണ്. ഒന്നും ബെൻഡാക്കാതെ നല്ല കണ്ടീഷൻ ഉള്ളതാണ്. മുഖം കണ്ടോ നല്ല പഞ്ച് ഫേസ് ആണ് വരുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും മിക്സ് ആയതാണ് ഇത്രയും നല്ല ക്യൂട്ടായിട്ട് വരുന്നത്. അപ്പൊ പപ്പീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോൾ ചെയ്യുക. പിന്നെ പപ്പീസ് ഇത് മാത്രമല്ല, പിന്നെ സാധാരണ പപ്പീസും ഉണ്ട്. ഈ പെറ്റ് ക്വാളിറ്റിയിൽ അമേരിക്കൻ ക്രോസ് ചെയ്തു, പെറ്റ് ക്വാളിറ്റിയിൽ അമേരിക്കൻ യൂറോപ്പിനും മിക്സ് വരുന്നതുകൊണ്ട്, പിന്നെ പഞ്ചാബ് ടൈപ്പിൽ അമേരിക്കൻ യൂറോപ്പിനും മിക്സ് വരുന്നുണ്ട്. നമുക്ക് ഏതാണ് ആവശ്യം വരുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വാച്ച് ഡോഗ് ആയിട്ടാണെങ്കിലും നല്ല വർക്കിംഗ് ലൈൻ ഇതാണെങ്കിൽ അമേരിക്കൻ ടൈപ്പ് തന്നെ, അമേരിക്കൻ യൂറോപ്യൻ ടൈപ്പ് തന്നെ വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് കോൾ ചെയ്യുക. അപ്പൊ നമുക്ക് നല്ല ക്യൂട്ട് പപ്പീസിനായിട്ട് ഇനി കാണാം. ബൈ ബൈ.